ഈ നാടിന്റെ മതവൈജ്ഞാനിക രംഗത്തൊരു പ്രകാശ ഗോപുരമായി ഈ മഹത്തായ സ്ഥാപനം വളരുന്നു എന്നതാണ് നമുക്കേറെ അഭിമാനിക്കാനുള്ളത്. നമുക്കറിയാം, ഈ സ്ഥാപനം ഇന്ന് 8ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. 8 വർഷം എന്ന് പറഞ്ഞാൽ അത് കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും 8 വർഷങ്ങളാണ് കഴിഞ്ഞുപോയത്. അതിന് നേതൃത്വം കൊടുത്ത ഒരുപാട് സാരഥികൾ, മഹല്ല് ഭാരവാഹികൾ, നേതൃത്വം, അവരെല്ലാം അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സമർപ്പിക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തെ ഇത്രമേൽ മനോഹരമായി വളർത്തിയെടുക്കുകയും അങ്ങനെ 1ാമത്തെ സന്നദ്ധാനത്തിലേക്ക് ഈ സ്ഥാപനം എത്തി നിൽക്കുമ്പോൾ അതിന്റെ വളർച്ചയുടെ ഏറ്റവും മനോഹരമായ ഒരു രൂപത്തിലേക്കാണ് ഈ സ്ഥാപനം എത്തി നിൽക്കുന്നത്. ഇതിന്റെ വളർച്ചയുടെ 2ാം ഘട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം കാലെടുത്ത് വെക്കുന്നത്. നാളെ മുതൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പുരോഗതിയുടെ പുതിയ അടയാളപ്പെടുത്തലുകളാണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ജില്ലയുടെ, നമ്മുടെ നാടിന്റെ ഒരു അഭിമാന കേന്ദ്രമായി ഈ മഹത്തായ സ്ഥാപനം വളരുന്നു എന്നത് നമുക്ക് ഏവർക്കും അഭിമാനത്തോടു കൂടി ഓർക്കാൻ കഴിയുന്നതാണ്. നാളെ ഈ സമൂഹത്തിനും, നാളെ ഈ നാടിനും, നാളെ ഈ രാജ്യത്തിനും നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കഴിവും പ്രാപ്തിയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള സമഗ്രമായ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രദേശം ഒന്നാകെ ഈ ഒരു മഹത്തായ സംരംഭത്തെ ഏറ്റെടുത്തപ്പോ വയനാട് ജില്ലയിൽ ഒരു മഹല്ല് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു മഹല്ല് കമ്മിറ്റിയിലെ ആ പ്രദേശത്തുള്ള ആളുകൾ ഒന്നായി ചേർന്ന് ഒരു സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലാണ്. ഇത് നമ്മുടെ നാടിന് മാതൃകയാണ്. ഇത് നമ്മുടെ ജില്ലക്ക് മാതൃകയാണ്. ജില്ലയിലെ 300-ലധികം വരുന്ന മഹല്ലുകൾക്ക് മാതൃകയാകുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് ജന്മം നൽകി പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ ഈ നാടിന് ദീനിയായ വളർച്ചയ്ക്ക് കൃത്യമായ ഒരു ഇടമൊരുക്കുകയാണ് ഈ മഹത്തായ സ്ഥാപനം. നമുക്കറിയാം, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും ചേർന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ. ഇതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒരു മഞ്ഞുതുള്ളി പോലെ ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം ഒരു സ്ഥാപനം ഒരു നാട്ടിൽ വളർന്നു വരുമ്പോൾ ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ആ പ്രദേശം ഒന്നാകെ വളരുകയാണ്. ആ പ്രദേശവും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന മഹല്ലുകൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളെല്ലാം വളർച്ചയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നതാണ് ഒരു സ്ഥാപനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ ആ തനതായ ശൈലിയെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് കൃത്യമായി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകർ, SKSSF-ന്റെയും SYS-ന്റെയും SMF-ന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർ, ഇതിനെ ചേർത്ത് പിടിക്കുന്ന ഈ പ്രദേശത്തെ ആളുകൾ, ഓരോ കുടുംബങ്ങളും ഈ സ്ഥാപനത്തെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇങ്ങനെ അഭിമാനകരമായ ഒരു വളർച്ചയിലേക്ക് മുന്നേറുന്നത്.